നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. അതായത് 2025 ഡിസംബർ 25, 26 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മിനിമം ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ 24 രാത്രി 7:46 PM മുതൽ, അതായത് ക്രിസ്മസ് ഈവ് മുതൽ ഡിസംബർ 27 വെളുപ്പിന് 3:10 AM വരെയുള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇത് ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾ സംശയങ്ങൾക്ക് ഉത്തരം പറയുന്നതാണ്. അത് വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക. ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പ് മെസ്സേജ് അയച്ച് ബന്ധപ്പെടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഒരേ ഒരു ഗ്രഹം മാത്രമേ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ളൂ, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളൂ. ഏകദേശം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും നിൽക്കുന്നു. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടായേക്കാവുന്ന ചെറിയ അസുഖങ്ങളൊക്കെ ഭേദപ്പെടാൻ തുടങ്ങും. ഇവർക്ക് ഡയറക്റ്റായിട്ട് ശനി മാത്രമാണ് പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് അഷ്ടമത്തിലാണ് ചൊവ്വയും സൂര്യനും. അപ്പോൾ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ തോന്നാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ എല്ലാം ലഭ്യമാവും. കൂടാതെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇവർക്ക് ഈ ടെക്നിക്കൽ മേഖലയിൽ, സാങ്കേതിക രംഗത്ത് മേന്മകൾ ലഭിക്കും. അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ സുനിശ്ചിതമാണ്. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. അതിൽ തന്നെ അല്പം മെച്ചപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് ഇടവൻ രാശിക്ക്. ചൊവ്വയും സൂര്യനും അഷ്ടമത്തിൽ നിൽക്കുന്നതൊഴിച്ചാൽ പൊതുവെ ഇവർക്ക് മറ്റെല്ലാ ഗ്രഹങ്ങളും അനുകൂലമായോ ഗുണദോഷ സമ്മിശ്രമായോ ആയ ഫലങ്ങൾ തരും. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും അല്പം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. കാരണം ശനിയും വ്യാഴവും സൂര്യനും ചൊവ്വയും, അതായത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ പ്രതികൂലാവസ്ഥ നിലനിൽക്കെ തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പറയുന്നു. കാരണം 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും
രണ്ട് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരുന്നു. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഞായറാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ, അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പൊതുവേ ഇവർക്ക് അത്ര വലിയ മെച്ചമുള്ള ദിവസങ്ങളൊന്നുമല്ല, എങ്കിലും ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാം. അതിൽ തന്നെ അല്പം ദോഷാധിക്യമുണ്ട് താനും. ഓക്കെ, ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കാര്യം 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായും ചൊവ്വയും സൂര്യനും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴമാണ്. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ് വ്യാഴം. അപ്പോൾ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പിന്നത്തേക്ക് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ചന്ദ്രനും ഇവിടെ പ്രതികൂലമാണ്. അഷ്ടമത്തിലാണ് ചന്ദ്രൻ. സർപ്പവും അഷ്ടമത്തിൽ തന്നെ. അപ്പോൾ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചൊവ്വയും സൂര്യനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും ഈ ധനുമാസം മുഴുവൻ. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. പൈതൃക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. പൈതൃക സ്വത്ത് നേരത്തെ ലഭിച്ചവർക്ക് കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന ദിവസങ്ങളാണ്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കും. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ധനവരവ് എല്ലാ സ്രോതസ്സിൽ നിന്നും ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭ്യമാകും. അതുപോലെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. 8 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ഇവർക്ക് ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കലാസാഹിത്യ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൈതൃക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽപരമായിട്ടുള്ള വിജയം, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത, സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. തുലാം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്. 8 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഈ അവസരം ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം
ഉപയോഗിക്കുക. തുലാം രാശിക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്രയാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും ബുധനും വ്യാഴവും പ്രതികൂലമാണ്. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്ത്, ബൗദ്ധിക രംഗത്തൊക്കെ നേട്ടമുണ്ടാവും. ബുധൻ പ്രതികൂലമാണ്. എങ്കിലും ശുക്രൻ്റെ അനുകൂല ഭാവം ഇവർക്ക് നേട്ടങ്ങൾ നേടിക്കൊടുക്കുക തന്നെ ചെയ്യും. വൃശ്ചികം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം പൂരാട ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നെങ്കിലും 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ധനുരാശിക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം ഗുണാധിക്യം കുറഞ്ഞ ദിവസങ്ങളാണ്. പൊതുവെ ധനുരാശിക്കാർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതുകൊണ്ട് ഏകദേശം ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസമായിട്ട് കണക്കാക്കാം. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇവർക്ക് ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിനൊരു വിജയസാധ്യത നിലനിൽക്കുന്നു. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. എങ്കിലും ഇവർക്ക് 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറിത്തുടങ്ങും. ആരോഗ്യം വർദ്ധിക്കും, സൗന്ദര്യവും വർദ്ധിക്കും. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും ഈ ധനുമാസം മുഴുവൻ. ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നു. അപ്പോൾ തിരക്ക് പിടിച്ച ഒരു കർമ്മമേഖലയായിരിക്കും ഇവർക്ക് കിട്ടുക. അത് പക്ഷേ ആ തിരക്ക് ഇവർക്ക് നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. തൊഴിൽ വിജയം, പിതൃഗുണം, സന്താന നേട്ടം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. എങ്കിലും ഇവർക്ക് ജന്മശനിയാണ്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 25-ാം തീയതി രാവിലെ 5:10 AM മുതൽ
5:58 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 25-ാം തീയതി 26-ാം തീയതി 5:11 AM മുതൽ 5:59 AM വരെയാണ് 26-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 25-ാം തീയതി ഉച്ചയ്ക്ക് 12:04 PM മുതൽ 12:49 PM വരെയാണ് 25-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 26-ാം തീയതി 12:04 PM മുതൽ ഉച്ചയ്ക്ക് 12:50 PM വരെയാണ് 26-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 25-ാം തീയതി ഉച്ചയ്ക്ക് 1:51 PM മുതൽ വൈകിട്ട് 3:16 PM വരെയാണ് 25-ാം തീയതി രാഹുകാലം. 26-ാം തീയതി രാവിലെ 11:02 AM മുതൽ ഉച്ചയ്ക്ക് 12:27 PM വരെയാണ് 26-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക, നടത്തരുത്. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 25-12-2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 5, 2, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 26-12-2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 6, 5, 3 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 25-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 26-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അതല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.